ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷന്മാരുടെ പദവി സംവരണം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും വനിതകൾക്ക് സംവരണം ചെയ്തു. വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്ന വഴി രക്ഷപ്പെട്ട കൊടും കുറ്റവാളി ബാലമുരുകന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ബാലമുരുകൻ രക്ഷപ്പെട്ടത് സ്കൂട്ടറിലാണെന്ന് സൂചന. തമിഴ്നാട് പോലീസിനെതിരെ വിയ്യൂർ പോലീസ് കേസെടുത്തു. കേരളത്തിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയെന്ന അവകാശവാദം ഭരണ തുടർച്ച ലക്ഷ്യമാക്കിയുള്ള വഞ്ചനയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദങ്ങൾ സത്യമാണെങ്കിൽ ചോദ്യം ചെയ്യുന്നില്ലെന്നും സുരേഷ് ഗോപി. കാട്ടാന ഭീതിയൊഴിയാതെ കുതിരാൻ. വാണിയമ്പാറ പെരുംതുമ്പയിൽ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കി കാട്ടാനക്കൂട്ടമിറങ്ങി. തുമ്പിക്കൈ ഇല്ലാത്ത ആനക്കുട്ടി അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 17ാം ബ്ലോക്കിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എടവിലങ്ങ് കാതിയാളത്ത് ഹരിതകർമ്മസേനാംഗത്തെ യുവതി ആക്രമിച്ചു. ഹരിതകർമ്മസേനാംഗം ആശാ സതീഷിനാണ് ആക്രമണത്തിന് ഇരയായത്. റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ മാലിന്യം നിറഞ്ഞ ചാക്ക് പരിശോധിച്ച് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെയാണ് ആക്രമണം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷന്മാരുടെ പദവി സംവരണം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ മേയർ പദവി വനിതയ്ക്ക് സംവരണം ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്തിലും പ്രസിഡന്റ് സ്ഥാനം വനിതയ്ക്കായിരിക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൃശൂർ ജില്ലയ്ക്ക് പുറമെ കൊച്ചി, കണ്ണൂർ കോർപ്പറേഷനുകളും വനിതകൾ മേയറാകും. ഗുരുവായൂർ, കുന്നംകുളം നഗരസഭകളിൽ വനിതയായിരിക്കും അധ്യക്ഷ സ്ഥാനത്ത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒല്ലൂക്കര, തളിക്കുളം, പഴയന്നൂർ, അന്തിക്കാട്, ചേർപ്പ് എന്നിവിടങ്ങളിൽ അധ്യക്ഷ സ്ഥാനം വനിതകൾക്കും, മാള ബ്ലോക്ക് പഞ്ചായത്തിൽ പട്ടികജാതി സ്ത്രീക്കും, വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ പട്ടികജാതിക്കും സംവരണം ചെയ്തു. വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്ന വഴി രക്ഷപ്പെട്ട തടവുകാരൻ ബാലമുരുകന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ആലത്തൂരിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഭക്ഷണം കഴിക്കാനായി കൈവിലങ്ങ് അഴിച്ചുമാറ്റിയിരുന്നു എന്ന തമിഴ്നാട് പോലീസിന്റെ മൊഴി സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വെള്ളമുണ്ടും മഞ്ഞയിൽ കറുത്ത കള്ളികളുമുള്ള ഷർട്ടാണ് വേഷം. ഒപ്പമുണ്ടായിരുന്ന തമിഴ്നാട് പോലീസ് ബാലമുരുകനെ കൈകാര്യം ചെയ്യുന്നത് ലാഘവത്തോടെയെന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യങ്ങൾ. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചതിനു ശേഷം ബാലമുരുകൻ സ്വതന്ത്രനായി പുറത്തേക്കിറങ്ങി പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ബാലമുരുകനെ ഒടുവിൽ കണ്ടത് ചൊവ്വാഴ്ച പുലർച്ചെ 2:30 വിയ്യൂർ ജയിലിന് സമീപം പാടൂക്കാട് വെച്ചാണ്. മോഷ്ടിച്ചത് എന്ന് കരുതുന്ന സൈക്കിളിൽ വരികയായിരുന്ന ബാലമുരുകനെ പോലീസ് കണ്ടതോടെ സൈക്കിൾ ഉപേക്ഷിച്ച് സമീപത്തെ പാടത്തുകൂടി ഓടി രക്ഷപ്പെട്ടു. പിന്നീട് പോലീസ് അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താനായില്ല. പ്രദേശത്ത് റെയിൽവേ ട്രാക്ക് ഉള്ളതിനാൽ ട്രെയിനിൽ കയറി രക്ഷപ്പെടാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഒപ്പം കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലൂടെ ഏതെങ്കിലും വാഹനത്തിൽ കയറി രക്ഷപ്പെടാനുള്ള സാധ്യതയും കണക്കുകൂട്ടുന്നു. നഗരത്തിലും സമീപ ജില്ലകളിലും ബാലമുരുകനായി വ്യാപക തിരച്ചിൽ തുടരുകയാണ്. TCV ന്യൂസ്, തൃശൂർ. വിയ്യൂർ പരിസരത്തു നിന്നും തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ബാലമുരുകൻ സ്കൂട്ടർ തട്ടിയെടുത്തതായി സംശയം. വിയ്യൂർ സമാജം റോഡിലെ താമസക്കാരനായ TK സുരേന്ദ്രന്റെ സ്കൂട്ടറാണ് മോഷണം പോയത്. ഈ സ്കൂട്ടറിൽ ബാലമുരുകൻ രക്ഷപ്പെട്ടതായാണ് സംശയിക്കുന്നത്. സ്കൂട്ടറിൽ നിന്ന് ഉടമ താക്കോലെടുക്കാൻ മറന്നിരുന്നു. കേരളത്തിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയെന്ന അവകാശവാദം പെരുപ്പിച്ചു കാണിക്കുന്നത് ഭരണ തുടർച്ച ലക്ഷ്യമാക്കിയുള്ള വഞ്ചനയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദങ്ങൾ സത്യമാണെങ്കിൽ ചോദ്യം ചെയ്യുന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അളവിന് മേലെ ഉള്ള പെരുപ്പിച്ച് കാണിക്കൽ എന്ന് പറയുന്നത് വീണ്ടും 5 വർഷം
വഞ്ചിക്കാൻ വേണ്ടി ഉള്ള ആയുധമാണ്. അത് കൊടിയ വഞ്ചന. എന്താണോ ഇവര് സുഖിപ്പിച്ച് നേടാമെന്ന് വിചാരിച്ച് വഞ്ചിക്കപ്പെട്ടവരാണെങ്കിൽ ആ വഞ്ചന അകറ്റണം, ആ വഞ്ചന ഇല്ലായ്മ ചെയ്യണം. വഞ്ചന എന്ന് പറയുന്ന ചതിയോ തെറ്റോ എന്താണെന്ന് വെച്ചാൽ അത് പുനരെഴുത്ത് നടത്തും. നഗരസഭയിൽ പട്ടികജാതി പുനരധിവാസ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്തതിലുള്ള അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പട്ടികജാതി കമ്മീഷന് BJP നൽകുന്ന പരാതിയുടെ ഒപ്പുശേഖരണം സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂരിലെ ഭൂമി ഇടപാടിൽ പട്ടികജാതിക്കാരെ നഗരസഭ വഞ്ചിച്ചതായി സുരേഷ് ഗോപി പറഞ്ഞു. ചാപ്പാറയിൽ നടന്ന പരിപാടിയിൽ BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, നേതാക്കളായ IAS മനോജ്, TJ ജെമി, ON വിജയൻ, VM പുരുഷോത്തമൻ, KS ശിവറാം എന്നിവർ പങ്കെടുത്തു. TCV കൊടുങ്ങല്ലൂർ. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കു വേണ്ടി താൻ നിലകൊള്ളുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഇരിഞ്ഞാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലത്തിൽ താൻ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പദ്ധതികൾക്ക് നിസ്സഹകരണം നേരിടുന്നതായി സുരേഷ് ഗോപി പറഞ്ഞു. MP-മാർ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ കളക്ടർ വഴി നടപ്പിലാക്കുന്ന നിയമം കൊണ്ടുവരണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. കാട്ടാന ഭീതിയൊഴിയാതെ കുതിരാൻ. വാണിയമ്പാറ പെരുംതുമ്പയിൽ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കി കാട്ടാന കൂട്ടമിറങ്ങി. കുട്ടിയാനയടക്കം 4 ആനകളാണ് പെരുംതുമ്പയിൽ കൃഷിയിടത്തിൽ തമ്പടിച്ചിരിക്കുന്നത്. കാട്ടാന ശല്യം തടയാൻ സ്ഥാപിച്ച ഫെൻസിംഗ് തകർന്നതാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് കടക്കാൻ കാരണം. കഴിഞ്ഞ ഒരാഴ്ചയായി കുതിരാനിൽ ഒറ്റയാൻ ഇറങ്ങി പരിഭ്രാന്തി സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് പെരുംതുമ്പയിൽ കാട്ടാനക്കൂട്ടമിറങ്ങിയത്. വാഴാനി മേഖലയിൽ നിന്നാണ് കുതിരാനിലേക്ക് ആനകൾ എത്തുന്നത് എന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. തുമ്പിക്കൈ ഇല്ലാത്ത ആനക്കുട്ടി വീണ്ടും പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 17-ാം ബ്ലോക്കിൽ പ്രത്യക്ഷപ്പെട്ടു. അമ്മയോടൊപ്പം കറങ്ങി നടക്കുന്ന കുട്ടിയാനയെ 2 മാസം മുൻപായിരുന്നു ഈ പ്രദേശത്ത് കണ്ടത്. 2023 ജനുവരി 10-നാണ് ആദ്യമായി പ്ലാന്റേഷൻ വനപ്രദേശത്ത് തുമ്പിക്കൈ അഗ്രത്തിൽ അറ്റുപോയ നിലയിൽ ആനക്കുട്ടിയെ ആദ്യം കണ്ടത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ജിലേഷ് ചന്ദ്രനാണ് വിവരം ചിത്രത്തിലൂടെ പുറം ലോകത്തെ അറിയിച്ചത്. അന്ന് 1.5 വയസ്സായിരുന്നു പ്രായം. പിന്നീട് പീലാർമുഴി, വെറ്റിലപ്പാറ 15, മലയാറ്റൂർ ഡിവിഷൻ എന്നിവിടങ്ങളിൽ മറ്റാനകളോടൊപ്പം ജനിതക വൈകല്യമെന്ന് സംശയിക്കുന്ന ആനക്കുട്ടിയെ കാണപ്പെടുകയായിരുന്നു. വിവരം പുറത്തറിഞ്ഞ ഉടൻ വനപാലകർ നിരീക്ഷണം നടത്തുകയും കുട്ടിയാനയ്ക്ക് തീറ്റയെടുക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനും തടസ്സങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. പ്രസവത്തിന് ശേഷം ഏതെങ്കിലും വിധത്തിൽ തുമ്പിക്കൈ മുകളിൽ വെച്ച് മുറിഞ്ഞുപോയതാകാമെന്നും വനപാലകർ സംശയിക്കുന്നുണ്ട്. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത്, തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് & ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് കാതിയാളത്ത് ഹരിതകർമ്മസേനാംഗത്തെ യുവതി ആക്രമിച്ചു. ഹരിതകർമ്മസേനാംഗം ആശ സതീഷിനെയാണ് ഹന്ന എന്ന യുവതി ആക്രമിച്ചത്. റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ മാലിന്യം നിറച്ച പ്ലാസ്റ്റിക് ചാക്ക് പരിശോധിച്ച് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിലാണ് ആശയ്ക്ക് മർദ്ദനമേറ്റത്. ചാക്കിൽ നിന്നും വൈദ്യുതി ബില്ലും സ്കൂളിലെ പരീക്ഷാ പേപ്പറും കണ്ടെടുത്തിരുന്നു.
സ്ഥലത്തുണ്ടായിരുന്ന വാർഡ് മെമ്പർ ഷാഹിന ജലീൽ വീട്ടമ്മയോട് മാലിന്യത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് ആരായുന്നതിനിടയിലായിരുന്നു സംഭവം. ആശയുടെ മുടിയിൽ പിടിച്ചു വലിച്ച വീട്ടമ്മ പലവട്ടം മുഖത്തടിക്കുകയായിരുന്നു. ബെല്ലടിച്ചപ്പോൾ അവർ പുറത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ എന്താന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് നിങ്ങളുടെ അഡ്രസ്സൊക്കെ കിട്ടിയിട്ടുള്ളത്, ഇതിൽ നിങ്ങളാണോ അത് അവിടെ ഇട്ടെന്ന്. അപ്പം ഞാൻ അവർ പറഞ്ഞു അവരുടെ എല്ലാം നിഷേധിച്ചു. അപ്പം ഇത്രയും അഡ്രസ്സുകളും പ്രൂഫുകളും നിങ്ങളുടെ ഉള്ളതിൻ്റെ സ്ഥിതിക്ക് അത് നിഷേധിക്കാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഹരിതകർമ്മസേനക്കാർക്ക് യൂസർ ഫീ കൊടുത്തിട്ട് അത് ഒഴിവാക്ക്, വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട നമുക്ക്. അവർക്ക് ഒരു 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവരത് കൊണ്ടുപോകും, യൂസർ ഫീ കൊടുത്ത് ഒഴിവാക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗേറ്റും കടന്ന് ഓടി വന്നു. അപ്പൊ നമ്മൾ ഹരിതകർമ്മസേന അതിന്റെ വീഡിയോ എടുക്കണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ അവർക്ക് ദേഷ്യം വന്ന് അവരെന്ത് ചെയ്തു, ഹരിതകർമ്മസേന ആശാ സതീഷിനെ മുഖത്തേക്ക് ഈ കവിളത്തേക്ക് ഇങ്ങനെ 2 പ്രാവശ്യം ആഞ്ഞടിച്ചവര്. അടിച്ച മാത്രമാണ് നമുക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ അടിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞ് ഞാൻ അടിക്കും ഇതൊന്നും എന്റേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എന്തോ ഒരു മാനസിക വിഭ്രാന്തി പോലെ അവരങ്ങോട്ട് ഗേറ്റും കടന്ന് അങ്ങോട്ട് അവരെ പേരുടെ ഉള്ളിലേക്ക് കയറിപ്പോയി. ചിട്ടാടെയാണ് ഈ കവറ് അല്ല ഇത്ത വെച്ച് അല്ല, അപ്പൊ നീ ഇങ്ങനെ കിട്ടിയ സാധനം ഞങ്ങൾ ഇത്താക്ക് തരില്ല പറഞ്ഞു. അത് പറഞ്ഞപ്പോഴത്തേന് ഈ നിന്ന് വീഡിയോ എടുത്തിരുന്ന പെൺകുട്ടീനെ കൊടുത്ത് 3-4 അടിയാണ് കൊടുത്ത് തല്ലകുട്ടി പിടിച്ച് വലിച്ചു. അതും ചെയ്ത് അവരങ്ങോട്ട് പോയി. പരിക്കേറ്റ ആശയെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. ഗുരുവായൂർ ദേവസ്വം ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരത്തിന് പ്രശസ്ത കർണാടക സംഗീതജ്ഞ പ്രൊഫസർ പാൽക്കുളങ്ങര കെ അംബികാദേവിയെ തിരഞ്ഞെടുത്തു. ഗുരുവായൂരപ്പന്റെ രൂപം ആലേഖനം ചെയ്ത 10 ഗ്രാം സ്വർണ്ണപ്പതക്കം, 50,001 രൂപ, പ്രശസ്തിപത്രം, ഫലകം എന്നിവയടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 16-ന് നടക്കുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ തപാൽ വിളക്ക് ആഘോഷിച്ചു. കാഴ്ചശീവേലിക്ക് കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും പല്ലാവൂർ ശ്രീധരന്മാരാരുടെ പഞ്ചവാദ്യവും അരങ്ങേറി. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന്റെ 4ാം പ്രദക്ഷിണത്തിൽ ക്ഷേത്രത്തിലെ വിളക്കുമാടങ്ങളിലുമായി നറുനെയ്യിൽ 100 കണക്കിന് ദീപങ്ങൾ തെളിഞ്ഞു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ തപാൽ ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച GG കൃഷ്ണയ്യർ സൺസ് വക ഏകാദശി വിളക്ക് ആഘോഷിക്കും. രാവിലെ കാഴ്ചശീവേലിക്ക് പെരുവനം സതീശന്മാരാരുടെ പ്രമാണത്തിൽ മേളവും ഉച്ചകഴിഞ്ഞ് ചോറ്റാനിക്കര സുഭാഷ് മാരാർ നയിക്കുന്ന പഞ്ചവാദ്യവും അകമ്പടിയാകും. സന്ധ്യയ്ക്ക് ശിവരൂപ തിരുവില്വാമലയുടെ തായമ്പക, രാത്രി വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടാകും. അശാസ്ത്രീയവും സാധാരണ ജനങ്ങൾക്ക് അപ്രായോഗികവുമായ ലേണിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി പ്രക്ഷോഭത്തിലേക്ക്. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തൃശൂർ RTO ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ലേണിംഗ് ടെസ്റ്റ് പരിഷ്കാരം നടപ്പാക്കുന്നതിന് മുൻപ് അതുമായി ബന്ധപ്പെട്ട റോഡ് സേഫ്റ്റി അതോറിറ്റി, നാറ്റ്പാക് തുടങ്ങിയവരുമായി യാതൊരു കൂടിയാലോചനയും നടന്നിട്ടില്ല. ഓഫീസുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, കമ്പ്യൂട്ടറുകൾ എന്നിവ ഒരുക്കേണ്ടതുണ്ടെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നു. പരിഷ്കരിച്ച ചോദ്യപേപ്പർ തയ്യാറാക്കിയതിലെ അപാകതകളെക്കുറിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് വിശദമായ കത്തയച്ചിട്ടും യാതൊരു നടപടിയുമില്ല. അപേക്ഷകർ രാവിലെ മുതൽ വൈകിട്ട് വരെ നിന്നാൽ പോലും ലേണിംഗ് പരീക്ഷ മുഴുവനായി എഴുതാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ആരോപിച്ചു. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അയ്യന്തോൾ ചുങ്കം ജംഗ്ഷനിൽ നിന്ന് RTO ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി രക്ഷാധികാരി KM ലെനിൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KS പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ജയശങ്കർ വിളക്കപ്പള്ളി, ജില്ലാ സെക്രട്ടറി MV സുരേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് MN പ്രവീൺ, ജില്ലാ ട്രഷറർ ചന്ദ്രൻ, സേവ്യർ, സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ് തൃശൂർ. പോലീസ് IG ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിക്ക് കഠിന തടവും പിഴയും ശിക്ഷ. പെരിങ്ങോട്ടുകര വടക്കുമുറി കുന്നത്തുള്ളി മിഥുനെയാണ് ശിക്ഷിച്ചത്. 10 വർഷം കഠിന തടവിനും 1,25,000 രൂപ പിഴ അടയ്ക്കുന്നതിനുമാണ് തൃശൂർ അതിവേഗ കോടതിയുടെ ഉത്തരവ്. IG-യാണെന്ന് വിശ്വസിപ്പിച്ച് പോലീസിൽ ജോലി നൽകാമെന്ന് പറഞ്ഞാണ് പ്രതി തട്ടിപ്പ് നടത്തിയത്. പരാതിക്കാരിയിൽ നിന്നും 5 ലക്ഷം രൂപയും 16 പവന്റെ സ്വർണ്ണാഭരണങ്ങളും ഇയാൾ കൈക്കലാക്കിയിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KA സുനിത, അഡ്വക്കേറ്റ് ഋഷിചന്ദ് എന്നിവർ കോടതിയിൽ ഹാജരായി. വടക്കാഞ്ചേരി 1-ാം കല്ലിൽ യുവാവിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചങ്ങാലി വീട്ടിൽ മാധവിനെയാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടത്. ഓട്ടുപാറയിലെ ജിം ട്രെയിനറായ മാധവ് ദിവസവും 4-ന് ഉണർന്ന് ജിമ്മിൽ പോകാറുള്ളതാണ്. എന്നാൽ സമയം വൈകിയിട്ടും എഴുന്നേൽക്കാതെ വന്നതിനെ തുടർന്ന് അമ്മ അയൽവാസികളെ വിളിച്ച് വാതിൽ തള്ളി തുറക്കുകയായിരുന്നു. വീട്ടിൽ മാധവും അമ്മയും മാത്രമാണ് താമസിക്കുന്നത്.
പഴഞ്ഞി മൂലേപ്പാട് പള്ളിപ്പെരുന്നാളിനിടെ ആനപ്പാപ്പാന്മാരുടെ മർദ്ദനത്തിൽ യുവാവിന് പരിക്ക്. പെങ്ങാമുക്ക് സ്വദേശി രായമരയ്ക്കാർ വീട്ടിൽ ഷബീറിനാണ് പരിക്കേറ്റത്. ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ എന്ന ആനയുടെ പാപ്പാന്മാരാണ് യുവാവിനെ മർദ്ദിച്ചത്. ഷബീറിന്റെ അനുജന്റെ 12 വയസ്സുള്ള മകനെ ആനപ്പുറത്ത് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയാണ് ഷബീറിന് മർദ്ദനമേറ്റത്. ആനയുടെ തോട്ടികൊണ്ടുള്ള മർദ്ദനത്തിൽ തലയ്ക്ക് പരിക്കേറ്റ യുവാവിനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതികൾക്കായി കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്ഥലം ഉടമ മതിയായ സൗകര്യം ഒരുക്കി നൽകാത്തതിനാൽ പൂങ്കുന്നം ദേവിനഗറിലെ ശ്രീരാം അപ്പാർട്ട്മെന്റിലെ താമസക്കാർ ദുരിതത്തിൽ. അപ്പാർട്ട്മെന്റിലെ സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊഴുകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായെന്നും ജനറേറ്റർ ഇല്ലാത്തതിനാൽ വൈദ്യുതി നിലയ്ക്കുമ്പോൾ ആളുകൾ ലിഫ്റ്റിൽ കുടുങ്ങുന്നത് പതിവാണെന്നും താമസക്കാർ പറയുന്നു. പൂങ്കുന്നം റെയിൽവേ ഗേറ്റിന് പടിഞ്ഞാറ് ദേവിനഗർ ന്യൂ അഗ്രഹാരം റോഡിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീറാം അപ്പാർട്ട്മെന്റിലെ താമസക്കാരാണ് ഉടമയുടെ നിരുത്തരവാദപരമായ സമീപനം മൂലം ദുരിതത്തിലായത്. 15 വർഷങ്ങൾക്ക് മുൻപാണ് സ്ഥലം ഉടമയായ ശങ്കരനാരായണൻ വീട് പൊളിച്ചുമാറ്റി 6 നിലകളിലായി ശ്രീറാം അപ്പാർട്ട്മെന്റ് നിർമ്മിച്ചത്. 24 ഫ്ളാറ്റുകളിൽ 10ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇവരിൽ ഭൂരിപക്ഷം പേരും ഉടമയുടെ ബന്ധുക്കളാണ്. അപ്പാർട്ട്മെന്റിന്റെ മുൻവശത്തുള്ള സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊഴുകാൻ തുടങ്ങിയിട്ട് 2 വർഷമായെങ്കിലും ഉടമ നന്നാക്കാൻ തയ്യാറാകുന്നില്ലെന്നും ഇത് സംബന്ധിച്ച് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് പരാതി നൽകിയെന്നും ഫ്ളാറ്റിലെ താമസക്കാരനും വടക്കേയങ്ങാടി മാരിയമ്മൻ കോവിലിലെ മേൽശാന്തിയുമായ മുരളീധരൻ പറഞ്ഞു. ഒരു മാനദണ്ഡമില്ലാതെയാണ് ഈ ഫ്ലാറ്റ് നിലനിൽക്കുന്നത്. ഇവിടെ ജനറേറ്റർ ഇല്ല, വേസ്റ്റ് കത്തിക്കാനുള്ള ഒരു സംവിധാനം ഇല്ല. കാസ്ട്രോളിന്റെ ഈ ഡ്രമ്മിലിട്ടിട്ടാണ് വേസ്റ്റ് കത്തിക്കുന്നത്. ഗേറ്റ് ഇല്ല, സെക്യൂരിറ്റി ഇല്ല, ക്യാമറ ഇല്ല. ഒരു ഫ്ലാറ്റ് പണിയുമ്പോൾ വേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെ വേണം, എന്തൊക്കെ ഉണ്ടായാലും ഫ്ലാറ്റ് പണിയാൻ നിയമമുള്ളത് ഒന്നുമില്ല. ഈ സെപ്റ്റിക് ടാങ്കിന്റെ വെള്ളം ഓവർഫ്ലോ വന്നിട്ട് അത് ഉമ്മർത്ത് കെടുക്കണം. കണ്ട സങ്കടം തോന്നും. ഒരാൾക്ക് ഇവിടെ താമസിക്കുന്നവർ ആരും അതിന്റെ ഓണർമാർ ആർക്കും പരാതിയില്ല, വിഷമമില്ല. നമ്മൾ പലവട്ടം പറഞ്ഞതാണ് ഇന്ന് ശരിയാക്കാനായിട്ട്. താമസക്കാരുടെ അസോസിയേഷൻ രൂപീകരിക്കാൻ പോലും ഉടമ സമ്മതിക്കുന്നില്ലെന്ന് മറ്റൊരു താമസക്കാരനായ സംഗീതും പറയുന്നു. ഇവിടുത്തെ ഓണറോട് അസോസിയേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷെ ആളൊരു നിലയ്ക്ക് സമ്മതിക്കുന്നില്ല. ആൾ എത്രയായാലും ഇല്ല, ഇത് ചെറിയ പണിയുള്ളൂ, ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട്. പിന്നെ അവരുടെ കുറെ വീടുകൾ അവരുടെയാണ്. അപ്പൊ അവരൊരു നിലയ്ക്ക് മുന്നോട്ട് വരുന്നില്ല. ഇതിലൊരു 28 വീടോട്ടാണ്. അതിലൊരു 11 വീടോട്ട് ഇവരുടെ ബന്ധുക്കാരുടെയാണ്. അപ്പൊ അവര് ഒരു നിലയ്ക്ക് മുന്നോട്ട് വരുന്നില്ല. അപ്പൊ അതൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഇവിടെ. മാലിന്യ സംസ്കരണത്തിന് സംവിധാനമില്ലാത്തത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. അപ്പാർട്ട്മെന്റിന് ജനറേറ്റർ, ഗേറ്റ്, CCTV, സെക്യൂരിറ്റി, വാഹന പാർക്കിംഗ് സൗകര്യം ഇവയൊന്നുമില്ല. ഗേറ്റും സെക്യൂരിറ്റിയും ഇല്ലാത്തതിനാൽ തെരുവുനായ്ക്കൾ വരെ മുകൾ നിലയിൽ വരെ എത്തുന്നുണ്ടെന്ന് താമസക്കാർ ആരോപിക്കുന്നു. മെയിന്റനൻസ് ഫീ ഇനത്തിൽ മാസം 1000 രൂപ വീതം വാങ്ങുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യുന്നില്ല. ഉടമ തിരിഞ്ഞു നോക്കാത്തതിനാൽ ഇനി നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ പുഴയ്ക്കലിൽ ഹീറോ ഷോറൂമിന് സമീപം കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഇന്നോവ ടാക്സി കാറും മറ്റൊരു കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ഒരു കാർ റോഡിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ കാർ യാത്രക്കാരനായ യുവാവിന് നിസാര പരിക്കേറ്റു. പാലിയേക്കര ടോൾ പ്ലാസയിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട KSRTC ബസ് 3 കാറുകളിലും പിക്കപ്പ് വാനിലും ഇടിച്ച് അപകടം. കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോയിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. ആർക്കും പരിക്കില്ല. ടോൾ ബൂത്തിൽ നിർത്തിയിട്ട വാഹനങ്ങളിലാണ് ബസ് ഇടിച്ചത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് മുൻപിലുണ്ടായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഒന്നിനു പുറകിലായി മറ്റു വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. പുതുക്കാട് പോലീസും ടോൾ പ്ലാസ ജീവനക്കാരും ചേർന്നാണ് ടോൾ ബൂത്തിൽ നിന്ന് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ മാറ്റിയത്. മരത്തംകോട് പള്ളിപ്പെരുന്നാളിനായി സ്ഥാപിച്ച പന്തൽ തകർന്നു വീണ് അപകടം. പിക്കപ്പ് ലോറി തകർന്നു. പന്തൽ നിർമ്മാണ ജീവനക്കാരന് പരിക്കേറ്റു. മരത്തംകോട് പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി വായനശാല ഫ്രണ്ട്സ് കമ്മിറ്റിയുടെ നാദം ലൈറ്റ് ആൻഡ് സൗണ്ട് നിർമ്മിച്ച പന്തലാണ് അഴിക്കുന്നതിനിടയിൽ റോഡിലേക്ക് തകർന്നു വീണത്. പിക്കപ്പ് വാഹനത്തിന്റെ മുകളിലേക്കാണ് പന്തൽ വീണത്. അപകടത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാലിന് പരിക്കേറ്റ പന്തൽ നിർമ്മാണ തൊഴിലാളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.
ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. 5 ദിവസങ്ങളിലായി നടക്കുന്ന എമർജിംഗ് തൃശൂർ എന്ന ബിസിനസ് കോൺക്ലേവ് ആൻഡ് ബിസിനസ് എക്സ്പോയ്ക്ക് സാംസ്കാരിക നഗരിയിൽ തുടക്കമായി. ശക്തൻ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ മേയർ MK വർഗീസ് എമർജിംഗ് തൃശൂർ ഉദ്ഘാടനം ചെയ്തു. BNI എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബെസ്റ്റിൻ ജോയ് അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, ചലച്ചിത്ര താരം ലുക്മാൻ അവറാൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ, എമർജിംഗ് തൃശൂർ ചെയർമാൻ P അഭയൻ, ബിസിനസ് ഐക്കൺ അവാർഡ് ജേതാവ് ജെയിംസ് വളപ്പില, ജസ്റ്റിൻ, വേദ ജസ്റ്റിൻ, നിയാസ് അഹമ്മദ്, സോണി ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. വ്യവസായ പ്രദർശനങ്ങൾ, സ്റ്റാർട്ടപ്പ് അവതരണങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, ഫുഡ് ഫെസ്റ്റുകൾ, നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ എന്നിവയിലൂടെ തൃശൂരിന്റെ സാമ്പത്തിക സാംസ്കാരിക ഭാവിയെ പുതുതലത്തിലേക്ക് ഉയർത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വിവിധ മേഖലകളിൽ നിന്നുള്ള 200ഓളം സ്റ്റാളുകളും എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട്. സംരംഭകത്വം, സംസ്കാരം, വിനോദം എന്നിവയെ ഒരേ വേദിയിൽ അണിയിച്ചൊരുക്കുന്ന പരിപാടി ഞായറാഴ്ച സമാപിക്കും. മുരിങ്ങൂർ മേൽപ്പാലത്തിന് മുകളിൽ വാഹനാപകടം, 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളുമായി ജയൻ ചാലക്കുടിയിൽ നിന്നും ചേരുന്നു. ജയൻ, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ബൈജു, ഇന്ന് രാത്രി 9 മണിയോടെയായിരുന്നു ഈ അപകടം നടന്നത്. അന്നനാട് സ്വദേശി പുത്തൻ കണ്ടത്തിൽ റോയിയുടെ മകൻ ഇമ്മാനുവൽ എന്ന 18കാരനും കൊരട്ടി സ്വദേശി തോമസിന്റെ മകൻ 19 വയസ്സുള്ള ഗോഡ്സൺ എന്ന യുവാവുമാണ് അപകടത്തിൽ മരിച്ചത്. ഇവർ രണ്ടുപേരും ഒരു ബൈക്കിൽ സിനിമ കാണാൻ ചാലക്കുടിയിലേക്ക് പോയതായിരുന്നു എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. മറ്റൊരു ബൈക്കിൽ ഇവരുടെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഇവർ അമിത വേഗതയിൽ പോകുമ്പോൾ മുരിങ്ങൂർ മേൽപ്പാലത്തിന് മുകളിൽ നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പിന്നിൽ ഇവരുടെ ബൈക്ക് ഇടുകയായിരുന്നു. അപകട സ്ഥലത്ത് വെച്ച് തന്നെ ഇരുവർക്കും മരണം സംഭവിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഉടനെ തന്നെ ഇവരെ കൊരട്ടി പോലീസും അതുപോലെ നാട്ടുകാരും ചേർന്ന് ആംബുലൻസിൽ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അപ്പോഴേക്ക് രണ്ടുപേരും മരണപ്പെട്ടിരുന്നു. ഇവരുടെ പേരും വിലാസവും ആ സമയത്തൊന്നും ലഭിച്ചില്ല. ഇപ്പോൾ ഈ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ പേരും അഡ്രസ്സും എല്ലാം ലഭിച്ചിരിക്കുന്നത്. കൊരട്ടി പോലീസും അതുപോലെ ഫയർഫോഴ്സും എല്ലാം സ്ഥലത്തെത്തി മറ്റേ നടപടികളെല്ലാം പൂർത്തിയാക്കി. അതിദാരുണമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ രാത്രിയിൽ സംഭവിച്ചിരിക്കുന്നത്. ബൈജു, ശരി ജയൻ, സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ നൽകിയതിന്. രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. അന്നനാട് സ്വദേശി ഇമ്മാനുവൽ, 24 വയസ്സുള്ള ഇമ്മാനുവൽ, കൊരട്ടി സ്വദേശി 19 വയസ്സുള്ള ഗോഡ്സൺ എന്നിവരാണ് നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ ബൈക്കിൽ സഞ്ചരിക്കവേ ബൈക്കിടിച്ച് അപകടത്തിൽ മരണപ്പെട്ടത്. മറ്റു വാർത്തകളിലേക്ക്. വിദേശത്ത് ജോലിക്കു വേണ്ടി അന്നമനട സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പയെടുത്ത യുവാവിന്റെ കുടുംബത്തെ ആക്ഷേപിക്കാനോ ഭീഷണിപ്പെടുത്താനോ ബാങ്ക് ശ്രമിക്കരുതെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീത. വായ്പ തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ ബാങ്ക് ഉദ്യോഗസ്ഥർ ആക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായി ആരോപിച്ച് കൊരട്ടി സ്വദേശി സമർപ്പിച്ച പരാതിയിലാണ് നടപടി. തന്റെ മകന് യൂറോപ്പിൽ ജോലി ലഭിക്കുന്നതിനു വേണ്ടിയാണ് വായ്പയെടുത്തത് എന്നും അതിന് സാധിക്കാതെ വന്നപ്പോഴാണ് തിരിച്ചടവ് മുടങ്ങിയത് എന്നും പരാതിയിൽ പറയുന്നു. 22 ലക്ഷം രൂപ വായ്പയെടുത്തതിൽ 16 ലക്ഷം തിരിച്ചടയ്ക്കാനുണ്ടെന്ന് അന്നമനട സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി കമ്മീഷനെ അറിയിച്ചു. വായ്പ തിരിച്ചടയ്ക്കാൻ മാർച്ച് വരെ സമയം അനുവദിക്കുന്നതാണെന്നും സെക്രട്ടറി കമ്മീഷനെ അറിയിച്ചു. ഇരിഞ്ഞാലക്കുട കാറളം പഞ്ചായത്തിൽ മത്സ്യബന്ധന തൊഴിലാളികളായ കാഞ്ചനയ്ക്ക് വള്ളവും വലയും വാങ്ങി നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മാധ്യമങ്ങളിലൂടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്രമന്ത്രിയുടെ ഇടപെടൽ.
ചെമ്മാപ്പിള്ളി വീട്ടിൽ കാഞ്ചന ശിവരാമൻ കഴിഞ്ഞ 50 വർഷമായി മത്സ്യബന്ധനം നടത്തിയാണ് ഉപജീവനം കണ്ടെത്തുന്നത്. 10 വർഷം മുൻപ് ഭർത്താവ് മരിച്ചതോടെ സ്വന്തമായുള്ള പഴയൊരു വെള്ളത്തിലാണ് മത്സ്യബന്ധനം നടത്തുന്നത്. ഗ്രാമസഭകളിൽ 100% മാർക്ക് നേടി ഉപഭോക്തൃ വിഹിതമായ 7500 രൂപയും കാഞ്ചനയിൽ നിന്നും പഞ്ചായത്ത് അധികൃതർ കൈപ്പറ്റിയിരുന്നു. എന്നാൽ പിന്നീട് ഉപഭോക്തൃ വിഹിതമായ പണം തിരികെ മകനെ ഏൽപ്പിക്കുകയും കാഞ്ചനയ്ക്ക് വഞ്ചി ലഭിക്കാൻ അർഹതയില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിക്കുകയുമായിരുന്നു. മാധ്യമങ്ങളിൽ ഇക്കാര്യം വാർത്തയായതിനെ തുടർന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട വിഷയം സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വിഷയത്തിന്റെ ആധികാരികത പരിശോധിച്ചതിന് ശേഷം കാഞ്ചനയ്ക്ക് വള്ളവും വലയും വാങ്ങി നൽകാമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകിയിരുന്നു. ബുധനാഴ്ച രാവിലെ ചെമ്മണ്ട കൊടുന്തറ പാലത്തിന് സമീപം നടന്ന ചടങ്ങിൽ സുരേഷ് ഗോപി വള്ളവും വലയും കാഞ്ചനയ്ക്ക് കൈമാറി. BJP സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാക്കുളം, BJP പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ അനിൽ, ജനറൽ സെക്രട്ടറി സുഭാഷ് കൊല്ലന്തറ, രാമചന്ദ്രൻ കോവിൽപ്പറമ്പിൽ, ആർച്ച അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന ക്ഷേത്രങ്ങളും ക്ഷേത്ര സ്വത്തുക്കളും സംരക്ഷിക്കുന്നതിനാവശ്യമായ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരേണ്ടതാണെന്ന് മുൻ കേരള DGP TP സെൻകുമാർ പറഞ്ഞു. കേരള ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ പ്രഥമ സംസ്ഥാന സമ്മേളനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേവസ്വം ബോർഡുകളുടെ വാർഷിക വരുമാനം അതാത് സാമ്പത്തിക വർഷത്തിൽ തന്നെ കൃത്യമായി ഓഡിറ്റ് നടത്തി പബ്ലിഷ് ചെയ്യാത്തതിൽ ഒട്ടേറെ ദുരൂഹതകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭാ ടൗൺഹാളിൽ നടന്ന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ മുന്നൂലം നീലകണ്ഠൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. BMS സംസ്ഥാന പ്രസിഡന്റ് B. ശിവജി സുദർശൻ മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് G. ഗോപകുമാർ, സേതു തിരുവങ്കിടം, അഡ്വക്കേറ്റ് P. മുരളീധരൻ, ജനറൽ കൺവീനർ TC സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ കുടിവെള്ള വിതരണത്തിന്റെ കാര്യക്ഷമതയ്ക്കാവശ്യമായുള്ള വാട്ടർ എഫിഷ്യന്റ് തൃശൂർ പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം P. ബാലചന്ദ്രൻ MLA നിർവഹിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വർഗീസ് കണ്ടംകുളത്തി, കോർപ്പറേഷൻ സെക്രട്ടറി VP ഷിബു, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഷൈബി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതി പ്രകാരം കോർപ്പറേഷൻ പരിധിയിൽ കുടിവെള്ള വിതരണത്തിന്റെ കൃത്യതയ്ക്ക് 4000 സ്മാർട്ട് മീറ്ററുകളും ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും ചോർച്ച കണ്ടെത്തി പരിഹരിക്കുന്നതിനും സാധിക്കും. രണ്ടാമത്തെ കേരളത്തിലെ ഇടതുപക്ഷ മുഖ്യമന്ത്രി തൊഴിൽ വിസ വാഗ്ദാനം ചെയ്ത് 7,90,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിൽ. ചാലക്കുടി കോടശ്ശേരി നായരങ്ങാടി സ്വദേശി തെക്കിനിയത്ത് വീട്ടിൽ ബിബിനാണ് അറസ്റ്റിലായത്. താഴേക്കാട് പറമ്പി റോഡ് സ്വദേശി 10-ാം മഠത്തിൽ ഷബിൻ, സുഹൃത്തുക്കളായ നിഖിൽ, അക്ഷയ്, പ്രസീദ് എന്നിവരാണ് തട്ടിപ്പിനിരയായത്. ആളൂർ SHO B. ഷാജിമോൻ, SI KT ബെന്നി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വ്യാജ നോട്ടുകൾ നിർമ്മിച്ച കേസിൽ അറസ്റ്റിലായി കോടതിയിൽ നിന്നും ജാമ്യമെടുത്ത് മുങ്ങി നടന്ന പ്രതി അറസ്റ്റിൽ. നെല്ലായി ആലത്തൂർ സ്വദേശി തൈവളപ്പിൽ ഹരിദാസാണ് പിടിയിലായത്. പ്രധാന റോഡ് മാർഗം ഒഴിവാക്കി പാടവരമ്പിലൂടെ ദീർഘദൂരം നടന്ന് ഇയാൾ വീട്ടിൽ വന്നു പോകുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കൊടകര പോലീസ് സ്റ്റേഷൻ SHO PK ദാസ്, ASIമാരായ ബേബി, ആഷ്ലിൻ ജോൺ, G. ഷിജു, CPO സജീഷ് കുമാർ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. മദ്യപിക്കാൻ പണം നൽകാതിരുന്നതിനെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് 2 വർഷവും 6 മാസവും 15 ദിവസവും തടവ് ശിക്ഷ വിധിച്ചു. വലപ്പാട് സ്വദേശി തൈവളപ്പിൽ സുമോദിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് നാട്ടിക പള്ളം ബീച്ച് സ്വദേശി കണ്ണമ്പറമ്പിൽ വീട്ടിൽ രമേഷിനെ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ കോടതിയിൽ ഹാജരായി. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തൃശൂർ ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക വാഹന പരിശോധന നടത്തി. അമിതമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന എയർ ഹോണുകൾ, അനധികൃത ലൈറ്റുകൾ, ബസ് ജീവനക്കാരുടെ യൂണിഫോം, അപകടകരമായ ഡ്രൈവിംഗ്, യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാതിരിക്കുക എന്നീ നിയമലംഘനങ്ങളാണ് പരിശോധിച്ചത്. തൃശൂർ RTOയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ നടത്തിയ 28 വാഹനങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചു. 47,500 രൂപ പിഴ ചുമത്തി. തൃശൂർ എൻഫോഴ്സ്മെന്റ് വിഭാഗം RTOയുടെ നേതൃത്വത്തിൽ ശക്തൻ സ്റ്റാൻഡിലും സ്വരാജ് റൗണ്ടിലും നടത്തിയ പരിശോധനയിൽ 32 കേസുകളിൽ നിന്നായി 69,000 രൂപ പിഴ ഈടാക്കി. കളർ കോഡ് ലംഘിച്ച് സ്റ്റിക്കറുകൾ പതിപ്പിച്ച 9 ബസ്സുകൾക്കെതിരെയും നടപടിയെടുത്തു. ഇന്ത്യക്കെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ പ്രതികാര ചുങ്കം നടപടിക്കെതിരെ ട്രേഡ് യൂണിയൻ, കർഷക തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സായാഹ്നം KSKTU സംസ്ഥാന പ്രസിഡന്റ് ആനാവൂർ നാഗപ്പൻ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി സർക്കാരിനെതിരായി ട്രേഡ് യൂണിയൻ, കർഷക തൊഴിലാളി യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ
ഇന്ത്യൻ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. രാജ്യത്തെ ഭൂരിപക്ഷം ഈ രാജ്യത്തിനകത്തെ കർഷകരും. നീണ്ട ഇടവേളയ്ക്ക് ശേഷം തൃശൂരിന്റെ ഫുട്ബോൾ ആവേശത്തിന് ഊർജം പകരാൻ സൂപ്പർ ലീഗ് കേരള 2ാം സീസണിലെ തൃശൂർ മാജിക് FC-യുടെ ഹോം മത്സരങ്ങൾക്ക് ഈ മാസം 12-ന് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തുടക്കമാകും. 12-ന് രാത്രി 7:30-ന് നവീകരിച്ച കോർപ്പറേഷൻ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ മലപ്പുറം FC-യുമായി തൃശൂർ മാജിക് FC ഏറ്റുമുട്ടും. 6 വിദേശ താരങ്ങൾ ഉൾപ്പെടുന്ന തൃശൂർ മാജിക് FC ടീമിനെ ക്യാപ്റ്റൻ മെയിൽസൺ ആൽവ്സ് നയിക്കും. റഷ്യക്കാരനായ കോച്ച് ആന്ദ്രേ ചെർണിഷോവിന്റെയും അസിസ്റ്റന്റ് കോച്ച് ജോപോൾ അഞ്ചേരിയുടെയും നേതൃത്വത്തിൽ മത്സരങ്ങൾക്കായുള്ള പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞുവെന്ന് തൃശൂർ മാജിക് FC ടീം അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 15, 21, 27, ഡിസംബർ 4 തീയതികളിൽ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തുടർന്നുള്ള മത്സരങ്ങൾ അരങ്ങേറും. തൃശൂർ മാജിക് FC ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ആന്റണി തോമസ്, സ്പോർട്ടിംഗ് ഡയറക്ടർ സുശാന്ത് മാത്യു, കോച്ച് ആന്ദ്രേ ചെർണിഷോവ്, അസിസ്റ്റന്റ് കോച്ച് ജോപോൾ അഞ്ചേരി, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് C. സുമേഷ്, ജസ്റ്റിൻ സ്റ്റീഫൻ, കുര്യൻ മാത്യു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,135 രൂപ, പവന് 89,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷന്മാരുടെ പദവി സംവരണം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും വനിതകൾക്ക് സംവരണം ചെയ്തു. വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്ന വഴി രക്ഷപ്പെട്ട കൊടും കുറ്റവാളി ബാലമുരുകന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ബാലമുരുകൻ രക്ഷപ്പെട്ടത് സ്കൂട്ടറിലാണെന്ന സൂചന. തമിഴ്നാട് പോലീസിനെതിരെ വിയ്യൂർ പോലീസ് കേസെടുത്തു. കേരളത്തിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയെന്ന അവകാശവാദം ഭരണത്തുടർച്ച ലക്ഷ്യമാക്കിയുള്ള വഞ്ചനയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദങ്ങൾ സത്യമാണെങ്കിൽ ചോദ്യം ചെയ്യുന്നില്ലെന്നും സുരേഷ് ഗോപി. കാട്ടാന ഭീതിയൊഴിയാതെ കുതിരാൻ. വാണിയമ്പാറ പെരുംതുമ്പയിൽ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കി കാട്ടാന കൂട്ടമിറങ്ങി. തുമ്പിക്കൈ ഇല്ലാത്ത ആനക്കുട്ടി അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 17ാം ബ്ലോക്കിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എടവിലങ്ങ് കാതിയാളത്ത് ഹരിതകർമ്മസേനാംഗത്തെ യുവതി ആക്രമിച്ചു. ഹരിതകർമ്മസേനാംഗം ആശാ സതീഷിന് നേരെയാണ് ആക്രമണമുണ്ടായത്. റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ മാലിന്യം നിറച്ച ചാക്ക് പരിശോധിച്ച് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെയാണ് ആക്രമണം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.